ഉത്തരേന്ത്യക്കാരുടെ ശ്രാവൺ മാസം ആരംഭിച്ചു. നമുക്കത് ശ്രാവണ മാസമാണ്. മാസപ്പിറവിയെ തുടർന്ന് വിശുദ്ധ കൻവാർ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഗംഗാജലവും വഹിച്ചുകൊണ്ടുള്ള ഭക്തരുടെ നിരകൾ ഇന്നു മുതൽ ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും റോഡുകളിൽ ദൃശ്യമാകും. ശിവഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ഈ ഭക്തരെ ജനങ്ങൾ ഭോലെ എന്ന് വിളിക്കുന്നു. ഹരിദ്വാറിൽ ഗംഗാജലം വഹിച്ചുകൊണ്ടുപോകുന്ന 2 ഭക്തരുടെ കഥ ആജ് തക് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അവരിൽ ഒരാൾ ഹിന്ദുവും മറ്റേയാൾ മുസ്ലിമുമായിരുന്നു. അവരുടെ ഭക്തി ഗംഗാ യമുന സംസ്കാരത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ജീവിക്കുന്ന ഉദാഹരണമാണെന്ന് ഫോട്ടോ പ്രസിദ്ധീകരിച്ച ദേശീയ മാധ്യമം ചൂണ്ടിക്കാട്ടി. അതേസമയം വിശുദ്ധ ശ്രാവൺ മാസത്തിലെ ആദ്യത്തെ തീയതി തന്നെ കോടതിയിൽ നിന്നും മറ്റൊരു നിർണായകമായ ഉത്തരവ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. മുസാഫർ നഗറിലെ കടകൾക്ക് മുന്നിൽ കടയുടമയുടെയും ജീവനക്കാരുടെയും പേരുകൾ സ്ഥാപിക്കണം എന്ന ഭരണകൂട നിർദ്ദേശത്തെ സുപ്രീം കോടതി വലിച്ചു കീറി കുപ്പത്തോട്ടിയിൽ തള്ളിയില്ല, പക്ഷെ തള്ളും. ഇപ്പോൾ ഇടക്കാല സ്റ്റേയാണ് ലഭിച്ചിരിക്കുന്നത്. വിധിയിൽ മുസാഫർ നഗറിലെ അനവധി കടയുടമകളിലും വഴിയോര കച്ചവടക്കാരിലും സന്തോഷത്തിൻ്റെ അലയൊലികൾ കാണാൻ കഴിയുന്നുണ്ട്. ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും കൻവാർ യാത്രയുടെ റൂട്ടിൽ കടയുടമകൾ പേരുകൾ എഴുതിയ ബോർഡ് സ്ഥാപിക്കുന്നത് നിർബന്ധമാക്കാനുള്ള തീരുമാനം തിങ്കളാഴ്ച സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. സുപ്രീം കോടതിയുടെ ഇടക്കാല സ്റ്റേ വന്നതോടെ കടയുടമകൾക്കിടയിൽ സന്തോഷത്തിൻ്റെ അലയടികൾ ഉയർന്നു. ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ കടയുടമകൾ അവിടെ സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. UP, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് സർക്കാരുകൾക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ കേസിൽ അടുത്ത വാദം ജൂലൈ 26 നടക്കുമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് ഭരണകൂടം നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യുന്നതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഉചിതമാണെന്ന് ഞങ്ങൾ കരുതുന്നുവെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ധാബ ഉടമകൾ, പഴക്കച്ചവടക്കാർ, മറ്റു കച്ചവടക്കാർ എന്നിവരുൾപ്പെടെ ഭക്ഷണ വിൽപ്പന നടത്തുന്നവർ ഭക്ഷണത്തിൻ്റെ തരമോ ചേരുവകളോ പ്രദർശിപ്പിച്ചാൽ മാത്രം മതി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഭരണകൂടത്തിന് അവരോട് അങ്ങനെ പറയാൻ മാത്രമേ അവകാശമുള്ളൂ. എന്നാൽ ഉടമ ആരാണെന്ന് വെളിപ്പെടുത്താൻ അവരെ നിർബന്ധിക്കരുതെന്ന് സുപ്രീം കോടതി പ്രത്യേകം പറഞ്ഞു. നിലവിൽ UP, ഉത്തരാഖണ്ഡ് സർക്കാരുകൾക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഹർജിക്കാർ മറ്റു സംസ്ഥാനങ്ങളെ കക്ഷി ചേർത്താൽ ആ സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നെയിം പ്ലേറ്റ് വിവാദത്തിൽ ഹരിദ്വാറിൽ കൻവാർ അഥവാ കാവടി ചുമക്കുന്ന 2 ഭക്തരെ കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമമായ ആജ് തക് കണ്ടെത്തിയിരുന്നു. ഇവരിൽ ഒരാളുടെ പേര് ഹർഷ് കതാരിയ, മറ്റൊരാളുടെ പേര് മുഹമ്മദ് സൽമാൻ. ഇരുവരും വരുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഞങ്ങൾ ശേഖരിച്ച ഗംഗാജലം ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുമെന്ന് സൽമാൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ പോകുന്നതിൽ സൽമാന്റെ കുടുംബത്തിനോ സമൂഹത്തിനോ എതിർപ്പില്ലെന്നും അവർ വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ സൽമാൻ ക്ഷേത്രത്തിൽ വരുന്നത് മാത്രമല്ല, സൽമാനൊപ്പം താൻ പള്ളിയിലും പോകുമെന്ന് ഹർഷ് പറഞ്ഞു. തൻ്റെ സുഹൃത്ത് സൽമാൻ കാവടിയെടുപ്പ് സംബന്ധിച്ച എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പഠിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷണപാനീയങ്ങൾക്കായി ധാബകളിൽ പോകുമ്പോൾ വിവേചനം കാണിക്കാറില്ലെന്ന് നെയിം പ്ലേറ്റ് വിവാദത്തിൽ അദ്ദേഹം പറഞ്ഞു. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഭക്ഷണത്തിൽ വെളുത്തുള്ളിയും ഉള്ളിയും ചേർത്തിട്ടുണ്ടോ എന്ന് മാത്രമാണ് പല ഭക്തരും ചോദിക്കുന്നത്. കൻവാർ യാത്രയിൽ പങ്കെടുക്കുന്ന സമയത്ത് സൽമാൻ പോലും വെളുത്തുള്ളിയും ഉള്ളിയും കഴിക്കുന്നില്ലെന്ന് സുഹൃത്ത് വ്യക്തമാക്കി. അതേസമയം സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ രംഗത്തെത്തി. വിവരം കിട്ടിയ നിമിഷം തന്നെ സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് മനസ്സിലാക്കുമെന്നും ഇത്തരം നടപടികൾ അവസാനിപ്പിക്കുമെന്നും താൻ കരുതിയിരുന്നു എന്നും അത് താൻ പറഞ്ഞിരുന്നു എന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു. അണയാൻ പോകുന്നതിന് മുൻപ് വിളക്ക് ആളിക്കത്തുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള ഒരു ആളിക്കത്തലാണ് ഇപ്പോൾ നടക്കുന്നത്. വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വിളക്ക് ഇപ്പോൾ ഒന്ന് ആളിക്കത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അഖിലേഷ് യാദവ് വ്യക്തമാക്കി. വർഗീയ രാഷ്ട്രീയം അവസാനിക്കാൻ പോകുന്നതിൽ BJPക്ക് അതിയായ ദുഃഖമുണ്ടെന്നും അഖിലേഷ് യാദവ് പരിഹസിച്ചു. സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടെന്നും എല്ലാവരും അത് അനുസരിക്കണമെന്നും അസദുദ്ദീൻ ഒവൈസി പറഞ്ഞു. ഹിറ്റ്ലർ ചെയ്ത ജോലി നിങ്ങൾ ഇവിടെയും ചെയ്യുന്നു. ഈ രാജ്യം മതം കൊണ്ടാണോ അതോ ഭരണഘടനയിലാണോ നയിക്കപ്പെടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഒരു സർക്കാർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ സമുദായത്തിൻ്റെയോ അല്ല എന്നും എല്ലാ സമുദായങ്ങളുടേതുമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. കൻവാർ തീർത്ഥയാത്രാ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ഭക്ഷണശാലകളിലും അവയുടെ ഉടമകളുടെയും അവിടുത്തെ ജീവനക്കാരുടെയും പേരുകൾ എഴുതിയ ബോർഡുകൾ മുൻവശത്ത് സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞയാഴ്ച മുസാഫർ നഗർ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. പിന്നീട് യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ ഈ ഉത്തരവ് സംസ്ഥാനമൊട്ടാകെ നടപ്പാക്കുകയും ചെയ്തു. ഉത്തരാഖണ്ഡ് സർക്കാരും ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. യോഗി സർക്കാരിൻ്റെ ഈ നടപടിയെ പ്രതിപക്ഷം മാത്രമല്ല NDA സഖ്യകക്ഷികളായ JDUവും RLDയും ഉൾപ്പെടെ മറ്റ് പാർട്ടികളും വിമർശിച്ചിരുന്നു. ഉത്തരവ് വർഗീയവും വിഭജനവുമാണെന്നും മുസ്ലിങ്ങളെയും പട്ടികജാതിക്കാരെയും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ നിർബന്ധിച്ച് ലക്ഷ്യമിടുന്നതാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു.
എന്നാൽ തീർത്ഥാടകരുടെ ക്രമസമാധാന പ്രശ്നങ്ങളും മതവികാരവും കണക്കിലെടുത്താണ് ഈ നടപടിയെന്ന് ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും അധികാരത്തിലുള്ള BJP വാദമുന്നയിക്കുകയായിരുന്നു.